റുഷ്ദമോൾ റുഷ്ദമോൾ എന്നും പറഞ്ഞ് ആ പാട്ടിട്ടിട്ട് ഡാൻസ് കളിച്ച് അതിനെ ട്രോളി ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നവരോടുള്ളൊരു ചോദ്യമാണ്, റുഷ്ദമോൾ നിങ്ങളുടെ ഉമ്മയാണെങ്കിലോ, നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലോ, നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ അനിയത്തിയോ നിങ്ങളുടെ താത്തമാരോ ആയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ റുഷ്ദയ്ക്കും ഒരു ഉപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്. ആ റുഷ്ദയ്ക്കൊരു സഹോദര സഹോദരി ഉണ്ട്, അവൾക്കൊരു കുടുംബമുണ്ട്. എത്രത്തോളം വേദന ആ പെണ്ണ് സഹിച്ചിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാട്ട് പാടിയവരല്ല വിമർശിക്കുന്നത്, ആ ഡാൻസ് ഇട്ടിട്ട് ആ മോളെ, ആ കുടുംബത്തെ, ആ ഉപ്പയൊക്കെയാണ് വിമർശിക്കുന്നത്. പലരും ചോദിക്കുന്നു, എന്തേ അവർക്ക് ആ സദസ്സിനെ നിയന്ത്രിച്ചുകൂടായിരുന്നോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ലേ. നമ്മുടെ വീടുകളിൽ ഗാനമേളകൾ ഉണ്ടാകാറുണ്ട്. കല്യാണ തലേന്ന് അവിടെ പാട്ട് പാടുന്ന ഒരു ടീം വരും. നമ്മളൊക്കെ അവരോട് പറയാറുണ്ടോ ഇന്ന പാട്ടുകൾ പാടിയാൽ മതി, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ നിർത്താറുണ്ടോ? കല്യാണ ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും. അത്തരത്തിലുള്ള സാധാരണ ഒരു തിരക്കിൽ അവർ പെട്ടു. എന്നിട്ട് ആ ഒരു പാട്ട് പാടിയവരെ വിമർശിക്കാതെ ഈ കുടുംബത്തെ വിമർശിക്കുന്നത് എത്രയോ ലജ്ജാകരമാണ്. ഒരു കുടുംബത്തെ, ഒരു പാവപ്പെട്ട മനസ്സിനെ നമ്മൾ അന്യായമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി കിട്ടുന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആ ഒരു പെണ്ണിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമൻറ്റ് കൊണ്ടെങ്കിലും നമ്മൾ മനസ്സിന് സുഖം കൊണ്ടിട്ടുണ്ടെങ്കിൽ, പടച്ചോൻ നമുക്കും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സമൂഹത്തിന് മുമ്പിൽ മോശമാകുന്ന, നാട്ടുകാരുടെ മുന്നിൽ വഷളാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്കും പടച്ചോൻ തരും. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കുക. പ്രകൃതി ഇതെല്ലാം കാണുന്നുണ്ട്, നമ്മുടെ ലോകം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ആ പാവപ്പെട്ട മനസ്സിനെ, മുറിവേറ്റ മനസ്സിനെ ഇനിയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് വളരെ വിനയത്തോടു കൂടി ഇത്തരത്തിൽ മോശപ്പെട്ട കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന, റീച്ചിന് വേണ്ടി വീഡിയോസ് ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിന് വേണ്ടി സമർപ്പിക്കുകയാണ്.